കോടിയോളം രൂപ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. 5 കോടി രൂപ ചെലവിൽ 141 സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കാനായിരുന്നു പരിപാടി. അവയിൽ 139 എണ്ണം പൂർത്തിയായി. 3 കോടി രൂപ ചെലവിൽ 386 സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കുകയാണ്. അവയിൽ 179 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന 446 സ്കൂൾ കെട്ടിടങ്ങളിൽ 195 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ആകെ 973 സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ച് 513 എണ്ണവും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 50,000-ലധികം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറ്റിയത്. സ്കൂളുകളിൽ ടിങ്കറിംഗ് ലാബ്, റോബോട്ടിക് ലാബുകൾ ഇവയെല്ലാം സജ്ജീകരിച്ചു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. അവയുടെ ഫലമായി 8 സർവകലാശാലകൾക്കും 359 കോളേജുകൾക്കും നാക് അക്രഡിറ്റേഷൻ ലഭിച്ചു. നമ്മുടെ രാജ്യത്തുള്ള പൊതു സർവകലാശാലകളിൽ ആദ്യത്തെ 12 എണ്ണത്തിൽ 3 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. 9ാമത് കേരള യൂണിവേഴ്സിറ്റിയും 10ാമത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും 11ാമത് ഗാന്ധി യൂണിവേഴ്സിറ്റിയും 43ാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും. നമ്മുടെ മികച്ച കോളേജുകളെടുത്താൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ കേരളത്തിലുള്ള 16 കോളേജുകളുണ്ട്. NIRF റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ സാമൂഹ്യാവശ്യത്തിന് ഉപയോഗപ്പെടുന്നതിനായി ട്രാൻസ്ലേഷൻ ലാബുകൾ ഈ ഘട്ടത്തിലാണ് ആരംഭിക്കാൻ നമുക്കായത്. നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ, കൈരളി റിസർച്ച് അവാർഡുകൾ ഇവയെല്ലാം ഏർപ്പെടുത്തി നാടിന് ഗുണകരമാകുന്ന ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനെല്ലാം ഉപരിയായി ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിച്ചു. അതിൻ്റെ ശുപാർശകൾ നടപ്പാക്കുകയും ചെയ്തു. ഭാവിയിൽ കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനം. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും മികച്ച പുരോഗതി കൈവരിക്കാൻ ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 7.5 വർഷത്തിനിടയിൽ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്റർ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും യാഥാർത്ഥ്യമാക്കാനായി. ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ജിനോം ഡാറ്റാ സെന്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം ഇവയെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. K-ഫോൺ പദ്ധതിയിലൂടെ വീടുകളിലും സർക്കാർ ഓഫീസുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നു. K-ഫോൺ കണക്ഷൻ 1,00,000 എന്ന നമ്പറിലേക്ക് എത്തുകയാണ്. ആധുനികമായ എല്ലാ കാഴ്ചപ്പാടുകളെയും സ്വാംശീകരിച്ചുകൊണ്ടുള്ള വൈജ്ഞാനിക കുതിപ്പാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി 1,49,200 പേർ തൊഴിലെടുക്കുന്നുണ്ട്. 2016 മുതൽ ഇതുവരെ 66,000-ഓളം തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. 2016 കേരളത്തിലെ IT പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം 702 ഇന്നത് 1156 വർദ്ധിച്ചു. കേരളത്തിൽ നിന്നുള്ള
ആകെ IT കയറ്റുമതി 2016 34,123 കോടി രൂപയുടേതായിരുന്നു. ഇന്നത് 90,000 കോടി രൂപയായി വർദ്ധിച്ചു. 2016 155.85 ലക്ഷം ചതുരശ്രടി ബിൽറ്റപ്പ് സ്പേസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 223 ലക്ഷം ചതുരശ്രടിയായി വർദ്ധിപ്പിക്കാൻ കഴിയും. 2019-21 കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021-23 കാലയളവിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മൂല്യത്തിൽ 254% വർധനവ് കൈവരിച്ചു എന്നാണ് സ്റ്റാർട്ടപ്പ് ജിനോം റിപ്പോർട്ടിൽ പറയുന്നത്. 2016 വരെ വെറും 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മൊത്തം സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6,400 ആണ്. 63,000-ൽ പരം തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കാനായി. 2016 അവസാനത്തിൽ കേവലം 50 കോടിയിൽ നിന്ന സ്റ്റാർട്ടപ്പ് നിക്ഷേപം 2024 ആകുമ്പോൾ 5,800 കോടി രൂപയായി മാറി. 2026 15,000 സ്റ്റാർട്ടപ്പുകളും 1 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2022-23 മുതൽ സംരംഭകത്വ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി 3,53,133 പുതിയ സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത്. അവയിൽ 22,688 കോടി രൂപയുടെ നിക്ഷേപം വന്നു. 7,49,712 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി. സംസ്ഥാന സർക്കാരിന്റെ ഈ പരിപാടി മികച്ചതാണെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശേഷിപ്പിച്ചത്. വ്യവസായ സംരംഭകർക്ക് ചുവപ്പ് നാടയുടെ തടസ്സങ്ങൾ ഉണ്ടാകരുതെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. ഇതിനായി നിയമങ്ങളും ചട്ടങ്ങളും ലഘൂകരിച്ചു. ഇത് തുടരുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം 1ാമത് നിൽക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏകദേശം 92,000 കോടി രൂപയുടെ നിക്ഷേപം വന്നതായാണ് MSME എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ റിപ്പോർട്ട് പറയുന്നത്. അതിൽ 33,815 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കുകയുണ്ടായി. 5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. മുടങ്ങിക്കിടന്ന 12,240 കോടി രൂപയുടെ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാനുമായി. ഈ മേഖലയിലെ ഏറ്റവും പ്രധാന നേട്ടം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ വന്ന മാറ്റമാണ്. വ്യവസായങ്ങളോട് സൗഹൃദപൂർണമല്ലാത്ത നയം സ്വീകരിക്കുന്ന ദുഷ്പേര് തിരുത്തി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തുന്ന നിലയിലേക്ക് വ്യവസായ മേഖലയെ വളർത്താനായി. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ K-SWIFT എന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനത്തിന്റെയും വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനുള്ള KSIS എന്ന ഓൺലൈൻ സംവിധാനത്തിന്റെയും ഒക്കെ ഫലം ഈ നേട്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കാർഷിക മേഖല വളർച്ച രേഖപ്പെടുത്തിയ ഒരു കാലമാണിത്. നെല്ലിന്റെ ഉൽപാദന ക്ഷമത ഹെക്ടറിന് 4.56 ടണ്ണായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. പച്ചക്കറി ഉൽപാദനം നേരത്തെ 7 ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു. ഇപ്പോഴത് 17,20,000 മെട്രിക് ടണ്ണാണ്. കാർഷിക മൂല്യവർദ്ധനവ് ലക്ഷ്യം വെച്ചുള്ള വിവിധ പാർക്കുകൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി പച്ചക്കറികൾക്കും പഴങ്ങൾക്കും താങ്ങുവില ഏർപ്പെടുത്തുന്ന സംസ്ഥാനമായും കേരളം മാറുകയുണ്ടായി. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മുടെ കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി മാറിയത്. UDF സർക്കാർ 5,242 കോടി രൂപയാണ്
പൊതുവിതരണത്തിന് നീക്കിവെച്ചിരുന്നു. 5 വർഷം കൊണ്ട് കഴിഞ്ഞ LDF സർക്കാർ 2016 തൊട്ട് 21 വരെയുള്ള ആ ഘട്ടത്തിൽ 10,697 കോടി രൂപയാണ് ഈ ഇനത്തിൽ ചെലവ് ചെയ്തത്. $5,242, 10,697, ഇപ്പോൾ ഇരട്ടി തുക. 2024 വരെയുള്ള കണക്കെടുത്താൽ അത് 14,000 കോടിയോളം രൂപയായി വരും. വിപണി ഇടപെടലിന് മാത്രമായി സംസ്ഥാന സർക്കാർ വിവിധ മാർഗങ്ങളിലൂടെ 2024 വരെ 14,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. NSOയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം. ജനക്ഷേമ നടപടികളിലൂടെ വിപണിയിൽ കൃത്യമായി ഇടപെടുന്നതുകൊണ്ടാണ് കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തപ്പെട്ടത്. ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 3 വർഷ കാലയളവിൽ മാത്രം 99 സപ്ലൈകോ വിതരണശാലകളാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്ന ടൂറിസം മേഖലയും പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2.25 കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വന്നു. 7.5 ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളും കേരളം സന്ദർശിച്ചു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് സഞ്ചാരികൾക്കിടയിലുണ്ടാകുന്ന സ്വീകാര്യതയാണ്. അഡ്വഞ്ചർ ടൂറിസം, സിനി ടൂറിസം, കാരവൻ ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം, ഇങ്ങനെ പുതുവഴികളിലൂടെ നാം മുന്നേറുകയാണ്. ഏതൊരു സമൂഹത്തിനും ഏറ്റവും പ്രധാനമാണ് സമാധാനപൂർണമായ ജീവിതം. ഭദ്രമായ ക്രമസമാധാന നിലയും വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഇല്ലാത്ത സമാധാനപൂർണമായ സാമൂഹിക ജീവിതവും സംസ്ഥാനത്ത് ഉറപ്പാക്കാനായിട്ടുണ്ട്. സൈബർ കേസുകൾ ഉൾപ്പെടെ അന്വേഷിച്ച് പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കും വിധം മികവുറ്റ ശാസ്ത്രീയ അന്വേഷണ സംവിധാനങ്ങളും കാര്യപ്രാപ്തിയും നമ്മുടെ പോലീസ് സേനക്ക് ആർജിക്കാനായിട്ടുണ്ട്. വയനാട് ചുവരുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. ഒരു നിമിഷം പോലും വൈകാതെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിൽ നടത്തിയ ഇടപെടലുകൾ മാതൃകാപരമായി. എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് അവർക്ക് ജീവനോപാധി അടക്കമുള്ള എല്ലാ സഹായങ്ങളും നൽകാനും കഴിഞ്ഞു. വീട് നഷ്ടപ്പെട്ടവർക്ക് ഒന്നിച്ച് താമസിക്കാൻ സൗകര്യമൊരുക്കണം എന്ന ദുരന്തബാധിതരുടെ ആവശ്യം അംഗീകരിച്ചാണ് ടൗൺഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത്. പദ്ധതിക്ക് 351 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മാതൃകാ വീടിൻ്റെ വാർപ്പ് മെയ് 17 പൂർത്തിയായി. ആദ്യ സോണിൽ ഉൾപ്പെട്ട 27 വീടുകളുടെ ഫൗണ്ടേഷനും പൂർത്തിയായിട്ടുണ്ട്. ആകെ 410 വീടുകളാണ് മാതൃകാ പുനരധിവാസ ടൗൺഷിപ്പിൽ ഉയരുക. ഇതിനു പുറമെ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന റോഡ് പ്രവൃത്തികൾക്ക് 57 കോടി, പുന്നപ്പുഴയിൽ അടിഞ്ഞ ദുരന്താവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആദ്യഘട്ടത്തിൽ 65 കോടി, ദുരന്തത്തിൽ തകർന്ന ചൂരൽമല അട്ടമല റോഡ് നിർമ്മാണത്തിന് 38 കോടി, ഇത്രയും ഭരണാനുമതികളും നൽകിയിട്ടുണ്ട്. പ്രതിസന്ധികളിൽ ഉലയാതെ നിന്ന് നാടിനായി നിലകൊണ്ട LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിവെക്കാനുള്ള നേട്ടങ്ങളെന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി ജനങ്ങൾ സർക്കാരിനൊപ്പം നിന്നു. ഒട്ടും
അനായാസമായിരുന്നില്ല ഈ യാത്ര. അനേകം പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പ്രളയങ്ങളായും മഹാമാരികളായും അവയാഞ്ഞടിച്ചു. പതറാതെ സ്ഥൈര്യത്തോടെ ജനങ്ങളോടൊപ്പം സർക്കാരും അവയെ നേരിട്ടു. എന്നാൽ ആ ഘട്ടങ്ങളിൽ പോലും കേരളത്തിനെതിരെ നിന്ന ചില ശക്തികളുണ്ടായിരുന്നു എന്നത് നാം തിരിച്ചറിയണം. അവർ ഈ നാടിനെയും സർക്കാരിനെയും ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയപ്പോഴും 2016-17 മുതൽ സംസ്ഥാന തലത്തിൽ കേരളം 13-ാം പഞ്ചവത്സര പദ്ധതി വിജയകരമായി നടപ്പാക്കി. 14-ാം പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ നടന്നു വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായ വാർഷിക പദ്ധതി മുരടിച്ചു എന്ന ആരോപണങ്ങളാണ് കഴിഞ്ഞ വർഷം വ്യാപകമായി ഉയർന്നത്. എന്നാൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കായുള്ള വാർഷിക പദ്ധതിയുടെ വകയിരുത്തലിൻ്റെ 110% യഥാർത്ഥ ചെലവ്. മൊത്തം സംസ്ഥാന പദ്ധതിയുടെ അടങ്കലിൻ്റെ 96% ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നയങ്ങൾ കാരണം സൃഷ്ടിക്കപ്പെട്ട സാമ്പത്തിക വിഷമത്തിനിടയിലും തനത് വരുമാനം വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഫലപ്രദമായ നടപടികളാണ് പദ്ധതി ചെലവ് കാര്യക്ഷമമായി നിർവഹിക്കാൻ കാരണമായത്. കോവിഡ് മഹാമാരി കാരണമുണ്ടായ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം 2020-21 ശേഷം 2024-25 വരെ 71.66% ഉയർന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൽ തനത് റവന്യൂ വരുമാനത്തിൻ്റെ പങ്ക് 2023-24 ഓഡിറ്റ് ചെയ്ത കണക്ക് പ്രകാരം 72.84%. 2015-16 ഇത് 68.69% മാത്രമായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ പരിശ്രമത്തിൻ്റെ